ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ഈ ചാനലിൻ്റെ പേര് നോളജ് ബൂസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന വേൾഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പോർട്ടൻ്റ് ആക്ട് എന്നുള്ളൊരു സെക്ഷനാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറേ ഇപ്പോൾ 10 ക്ലാസ്സുകളോളം എൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻ എക്സാം സെപ്റ്റംബറിൽ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ വിമൻസ് പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, UGC, പിന്നെ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട്, അങ്ങനെ കുറേ ആക്റ്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ പേര് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും വീഡിയോസൊക്കെ. നോളജ് ബൂസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേൾഡ് # എന്നല്ല, സ്റ്റാറാണ്. നേരത്തെ ഉണ്ടായിരുന്ന പേര് ചേഞ്ച് ആയിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്, പക്ഷേ നമ്മളധികം കേൾക്കാത്തൊരു ആക്റ്റാണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അഥവാ ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നിലവിൽ വന്ന നടപ്പാക്കിയ ഒരു ആക്റ്റാണ് ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. ഈ നമ്മൾ പറയുന്ന ഈ മുതിർന്ന പൗരന്മാരെന്ന് കണക്കാക്കുന്നതാണ്. 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാർ എന്നുള്ളൊരു വിശേഷണം പരിഗണന കിട്ടുന്നത്. ഈ ആക്ട് ലോക്സഭയിൽ പാസ്സാക്കിയത് 2007 ഡിസംബർ 5. അത് കഴിഞ്ഞിട്ട് രാജ്യസഭയിൽ 2007 ഡിസംബർ 6. പ്രസിഡൻറ്റ് സൈൻ ചെയ്തത് 2007 ഡിസംബർ 29. എന്നാൽ നിലവിൽ വന്നത് 2008 സെപ്റ്റംബർ 24. ലോക്സഭയിൽ 2007 ഡിസംബർ 5, രാജ്യസഭയിൽ 2007 ഡിസംബർ 6, പ്രസിഡൻറ്റ് സൈൻ ചെയ്ത 2007 ഡിസംബർ 29. അപ്പം നമ്മൾ ഓർക്കണം, നിലവിൽ വന്നത് ചോദിച്ചാൽ 2008 സെപ്റ്റംബർ 24. ഇതിൽ കുറേ സെക്ഷൻസും അധ്യായങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഓരോ സെക്ഷനിലും ഏതൊക്കെയാണ് പറയണത്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. സെക്ഷൻസ് ടോട്ടൽ 32 സെക്ഷൻസ് ഉണ്ട്, 32 സെക്ഷൻസ് ഉണ്ട്. ചാപ്റ്റേഴ്സ് 7 ചാപ്റ്റേഴ്സാണുള്ളത്. 7 ചാപ്റ്റേഴ്സും ടോട്ടൽ 32 സെക്ഷൻസും ഈ ആക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ എന്തെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും അറിയാം, മുതിർന്ന പൗരന്മാർക്ക് പലതരത്തിലുള്ള കൺസിഡറേഷനും പരിഗണനയും നമ്മുടെ സർക്കാർ പാലിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാമല്ലോ. Maintenance and Welfare of Parents and Citizen Act 2007, an act to provide for more effective provision for the maintenance and welfare of parents and senior citizens guaranteed and recognized under the Constitution and for matters connected therein with or incidental thereto. എന്നുവെച്ചാൽ അവർക്ക് നന്നായിട്ട് ജീവിക്കാനും ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകുന്നതിനുള്ളൊരു ആക്റ്റാണിത്. ഇതിൽ മെയിനായിട്ട് ഈ ആക്ട് എന്ന് വെച്ചാൽ ഓൾസോ പ്രൊവൈഡ് ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു എസ്റ്റാബ്ലിഷ് അറ്റ്ലീസ്റ്റ് 1 ഓൾഡ് ഏജ് ഹോം ഇൻ എവറി ഡിസ്ട്രിക്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഓൾസോ എൻഷുർ ആഡക്യൂട്ട് മെഡിക്കൽ കെയർ ഫോർ സീനിയർ സിറ്റിസൺ. ഇതിലെ മെയിൻ പ്രൊവിഷൻസ് വെച്ചാൽ, ഇപ്പോൾ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ആരും നോക്കാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു ഓൾഡ് ഏജ് ഹോം എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഒരെണ്ണമെങ്കിലും. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഡക്യൂട്ട് മെഡിക്കൽ കെയറും അവർക്ക് അവൈലബിൾ ആക്കണം എന്നുള്ളതും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളൊരു കേസ് വന്നതാണ്. ഒരു അച്ഛനോ അമ്മയ്ക്കോ അവർക്ക് സ്വയമായിട്ട് അവർക്കൊന്നും ചെയ്യാനോ ഇതാക്കാനുള്ള സാമ്പത്തികമോ പ്രായാധിക്യം മൂലമോ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മകനിൽ നിന്നോ ഉള്ള സംരക്ഷണവും മെയിൻ്റനൻസും കിട്ടാനായിട്ടുള്ള അർഹതയുണ്ട്. അതും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് സാമ്പത്തികമില്ല, ശാരീരിക ആവശ്യതകൾക്കിടയിലാണെങ്കിൽ അവർക്ക് സ്വന്തം മകൻ്റെയോ മകളുടെയോ കയ്യിൽ നിന്ന് അതായത് അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും കിട്ടാനുള്ളതും സുപ്രീം കോടതിയിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ, ഇത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് വരുന്നത്. അത് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് മിനിസ്ട്രി ഓഫ് Empowerment, Government of India to provide more effective provision for maintenance and welfare of parents and senior citizens. അങ്ങനെ കുറേ സവിശേഷതകൾ ഇതിലുണ്ട്. ഇതിൽ കുറേ ചാപ്റ്റേഴ്സും സെക്ഷൻസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെക്ഷൻ 5 എന്ന് വെച്ചാൽ, സീനിയർ സിറ്റിസൺ ഇൻക്ലൂഡിങ് പാരൻറ്റ് ഹു ഈസ് അണേബിൾ ടു മെയിൻറ്റെയിൻ ഹിംസെൽഫ് ഫ്രം ഹിസ് ഓൺ ഇയറിംഗ് ഓർ പ്രോപ്പർട്ടി ഷാൾ ബി എൻഡേർഡ് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 5 ഇൻ കേസ് ഓഫ് പാരൻറ്റ് ഓർ ഗ്രാൻഡ് പാരൻറ്റ് എഗെയിൻസ്റ്റ് 1 or more of his children നോട്ട് ബീങ് എ മൈനറിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ പ്രൊവിഷൻ വരുന്നത് സെക്ഷൻ 5-ലാണ്. പിന്നെ സെക്ഷൻ 4 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എ പേഴ്സൺ ബീങ് എ റിലേറ്റീവ് ഓഫ് എ സീനിയർ സിറ്റിസൺ ആൻഡ് ഹാവിങ് സഫിഷ്യൻറ്റ് മീൻസ് ഷാൾ മെയിൻറ്റെയിൻ സച്ച് സീനിയർ സിറ്റിസൺ പ്രൊവൈഡഡ് ഈസ് ഇൻ എ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് സീനിയർ സിറ്റിസൺ ഇൻഹെറിറ്റൻ ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് സീനിയർ പ്രൊവൈഡ് ദാറ്റ് വെർ മോർ ദാൻ 1 റിലേറ്റീവ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടി. അതാണ് സെക്ഷൻ 4 പറയുന്നത്.
പിന്നെ കുറേ സെക്ഷൻസ് ഇതിലുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെക്ഷൻ 5 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ കൂട്ടന്നെ സീനിയർ സിറ്റിസൺസ് പലതരത്തിലുള്ള ശാരീരിക അവശതകളൊക്കെ അനുഭവിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ അവർക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനോ ഇതിനുള്ളൊരു ഇത് അവർക്കില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്, നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള സംരക്ഷണം കിട്ടാനും ഈ ആക്ട് സഹായിക്കുന്നുണ്ട്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം എന്നുള്ളതാണ് ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. നമ്മൾ മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്ന ഏജ് ചോദിച്ചിട്ടുണ്ട് PSC. 60 ഏജ്, 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് മുതിർന്ന പൗരന്മാരെന്നുള്ള വിശേഷണം. അതായിട്ട് ലോക്സഭ പാസ്സാക്കിയത് 2007 ഡിസംബർ 5, രാജ്യസഭ 2007 ഡിസംബർ 6. പ്രസിഡൻ്റ് ആണെങ്കിലാണ് 2007 ഡിസംബർ 29 സൈൻ ചെയ്തു. നിലയിൽ വന്നത് 2008 സെപ്റ്റംബർ 24. ശരിക്കും ഇതൊരു വയോജന സംരക്ഷണമാണ്. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള വയോജന സംരക്ഷണമാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ സെക്ഷൻസ് 32 എണ്ണമുണ്ട്. അധ്യായങ്ങൾ 7. അധ്യായം 1 പറയുന്ന പ്രാരംഭം, അതായത് പ്രാരംഭികം എന്ന് വെച്ചാൽ പ്രിലിമിനറി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ടോട്ടൽ ഒരു ഔട്ട്ലൈനാണ് അധ്യായം 1. അധ്യായം 2 പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണമാണ്. അധ്യായം 2 പറയുന്ന മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം. അധ്യായം 3 ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കലാണ് അധ്യായം 3 വരുന്നത്. ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഓൾഡ് ഏജ് ഹോമും അതിന് മെഡിക്കൽ കെയറും കൊടുക്കണമെന്ന്. അധ്യായം 4 മുതിർന്ന പൗരന്മാരെ പരിരക്ഷക്കുള്ള വ്യവസ്ഥകൾ. അധ്യായം 4 മുതിർന്ന പൗരന്മാരെ പരിരക്ഷക്കുള്ള വ്യവസ്ഥകൾ പറയുന്നത്. പിന്നെ അധ്യായം 5 മുതിർന്ന പൗരന്മാരെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണമാണ് അധ്യായം 5 പറയുന്നത്. അധ്യായം 6 കുറ്റങ്ങളും വിചാരണയ്ക്കുള്ള നടപടിക്രമങ്ങളും. അധ്യായം 7 മിസ്ലേനിയസ്, ഇതിലൊന്നും പെടാത്തതാണ് അധ്യായം 7. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ അധ്യായം 2 പറഞ്ഞല്ലോ സംരക്ഷണത്തിനായിട്ടുള്ള അവകാശം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിലെ അധ്യായം 2 സെക്ഷൻ 4 തുടങ്ങി 18 വരെയാണ് അതിൽ വരുന്നത്. അതിൽ പറയുന്നത് സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത മുതിർന്ന പൗരന് പ്രായപൂർത്തിയായ ഒന്നോ അതിലധികമോ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത പൗരന് ബന്ധുവിൻ്റെ സംരക്ഷണത്തിനായി അപേക്ഷ സമർപ്പിക്കുക. അതായത് പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ അവരാണ് മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ മക്കളില്ലെങ്കിൽ ബന്ധുവിൻ്റെ പേരിലും സംരക്ഷണത്തിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സംരക്ഷണത്തിനുള്ള അപേക്ഷ വരുന്ന സെക്ഷൻ 5 മുതിർന്ന പൗരൻ രക്ഷിതാവിന് പ്രാപ്തിയില്ലെങ്കിൽ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യക്തി ഒരു സംഘടന വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. ട്രൈബ്യൂണലിന് സ്വമേധയാ നടപടിയെടുക്കാം. ട്രൈബ്യൂണലിന് കുട്ടികളോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഇടക്കാല സംരക്ഷണത്തിനായുള്ള പ്രതിമാസ ഭത്ത നൽകാൻ ഉത്തരവിടാം. അതായത് ഒരു കുറച്ച് എമൗണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് ട്രൈബ്യൂണലിന് പറയാനുള്ള അധികാരമുണ്ട്. പിന്നെ നമ്മൾ പറയുന്നതാണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണം. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സെക്ഷൻ 7 അത് വരുന്നത്. സംരക്ഷണായിട്ടുള്ള ഉത്തരത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും സംസ്ഥാന സർക്കാർ ഓരോ സബ് ഡിവിഷനിലും ഒന്നോ അതിലധികമോ ട്രൈബ്യൂണലുകൾ രൂപീകരിക്കേണ്ടതാണ്. സംരക്ഷണത്തിനായുള്ള ഉത്തരവിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും സംസ്ഥാന സർക്കാർ ഓരോ സബ് ഡിവിഷനിലും ഒന്നോ അതിലധികമോ ട്രൈബ്യൂണലിലും രൂപീകരിക്കേണ്ടതാണ്. അത് സെക്ഷൻ 7 വരുന്നതാണ്. അധ്യക്ഷൻ ഒരു സംസ്ഥാനത്തിൻ്റെ സബ് ഡിവിഷൻ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് ഓർക്കണം. അധ്യക്ഷൻ എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. അധ്യായങ്ങൾ 7 ഉണ്ടെങ്കിലും സെക്ഷൻസ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ വയോജന സംരക്ഷണം എല്ലാത്തിലും ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ഓർത്തിരിക്കണം. എപ്പോഴാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ സെക്ഷൻ 15 പറയുന്നതാണ് ട്രൈബ്യൂണലിന് ഉത്തരവിനെതിരായിട്ട് അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും അപ്പലൈറ്റ് ട്രൈബ്യൂണൽ രൂപീകരിക്കാം. സെക്ഷൻ 15 പറയുന്നത് എന്താണ്? നമുക്ക് ട്രൈബ്യൂണലിൻ്റെ ഒരു ഉത്തരവുണ്ടല്ലോ, അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിനെതിരായിട്ട് അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും അപ്പലൈറ്റ് ട്രൈബ്യൂണൽ രൂപീകരിക്കാം. അതിൻ്റെ അധ്യക്ഷൻ ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ്. ഒരു ട്രൈബ്യൂണലുണ്ട്, അതിൽ നമുക്ക് സ്വമേധയാ അതിന് കേസെടുക്കാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ അതിൻ്റെ വിധിയിൽ നമുക്ക് തൃപ്തിയായില്ലെങ്കിൽ അപ്പലൈറ്റ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തിൽ അപ്പലൈറ്റ് ട്രൈബ്യൂണലിൽ നമുക്ക് പരാതി കൊടുക്കാം. സെക്ഷൻ 15 അതിൻ്റെ അധ്യക്ഷൻ ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ.
അപ്പീൽ ലഭിച്ചാൽ എതിർ കക്ഷിക്ക് നോട്ടീസ് നൽകണം. ഏത് ട്രൈബ്യൂണലിനെതിരായാണോ അപ്പീൽ നൽകുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളുടെ രേഖകൾ ആവശ്യപ്പെടാം. അപ്പീൽ രേഖകൾ പരിശോധിച്ച ശേഷം അനുവദിക്കാം അല്ലെങ്കിൽ നിരസിക്കാം. ഇരു കക്ഷികൾക്കും നേരിട്ടോ പ്രതിനിധി വഴിയോ പറയാനുള്ളത് പറയാൻ അവസരം നൽകിയിട്ടില്ലെങ്കിൽ അപ്പീൽ നിരസിക്കാൻ പാടില്ല. അതായത് ഏതിനെതിരാണെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളതെന്ന് കൂടി കേൾക്കണം. എന്നിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പലേറ്റ് ട്രൈബ്യൂണൽ തീർപ്പാക്കുന്ന ഉത്തരവ് അന്തിമമായിരിക്കും. അതായത് അതിനെതിരെ പിന്നെ നമുക്കൊന്നിനും ചെയ്യാനും പോകാനും പറ്റില്ല. അധ്യായം 4 സെക്ഷൻ 20 പറയുന്ന വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ. വയോജനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം, അത്യാവശ്യം പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഓരോ അസുഖങ്ങൾ വരും. അപ്പോൾ അവർക്കായിട്ടുള്ള വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളാണ് അധ്യായം 4 സെക്ഷൻ 20 പറയുന്നത്. സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളുണ്ട്. സർക്കാർ ആശുപത്രികൾ, സർക്കാർ ധനസഹായം നൽകുന്ന ആശുപത്രികൾ കിടക്കകൾ നൽകുക, പ്രത്യേക ക്യൂകൾ ക്രമീകരിക്കുക, കിടക്കകൾ കൊടുക്കണം, പ്രത്യേക ക്യൂകൾ അവർക്ക് കൊടുക്കണം. അതൊക്കെയാണ് സർക്കാർ നടപ്പിലാക്കുന്ന ചില വയോജന സംരക്ഷണത്തിൻ്റെ രീതികൾ. പിന്നെ ജീവനും സ്വത്തിനുള്ള സംരക്ഷണം പറയുന്ന അധ്യായം 5 നമ്മൾ പറഞ്ഞല്ലോ, അതിൽ വന്ന സെക്ഷൻ 21 ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. നിയമവ്യവസ്ഥകൾ പൊതുമാധ്യമങ്ങളിലൂടെ കൃത്യമായ ഇടവേളകളിൽ പ്രചാരണം നൽകുക. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ പൊതുമാധ്യമങ്ങളിലൂടെ കൊടുത്താലാണല്ലോ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥർ, ജുഡീഷ്യൽ സർവീസ് അംഗങ്ങൾ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആനുകാലിക ബോധവൽക്കരണവും പരിശീലനവും നൽകുക. പോലീസ് ഉദ്യോഗസ്ഥരും ജുഡീഷ്യൽ സർവീസ് അംഗങ്ങളും നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആനുകാലിക ബോധവൽക്കരണവും പരിശീലനവും നൽകുക. നിയമം, ആഭ്യന്തരം, ആരോഗ്യം, ക്ഷേമം മന്ത്രാലയങ്ങളും വകുപ്പുകളും നൽകുന്ന സേവനങ്ങളെ ഏകോപിപ്പിക്കുക. നിയമം, ആഭ്യന്തരം, ആരോഗ്യം, ക്ഷേമം മന്ത്രാലയങ്ങളും വകുപ്പുകളും നൽകുന്ന സേവനങ്ങളെ ഏകോപിപ്പിക്കുകയൊക്കെയാണ് ജീവനും സ്വത്തിനുള്ള സംരക്ഷണം. അധ്യായം 5 സെക്ഷൻ 21 ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തേണ്ട എന്തൊക്കെയാണ്? നിയമവ്യവസ്ഥകൾ പൊതുമാധ്യമങ്ങളിലൂടെ കൃത്യമായ ഇടവേളകളിൽ പ്രചാരണം നൽകുക. പോലീസ് ഉദ്യോഗസ്ഥർ, ജുഡീഷ്യൽ സർവീസ് അംഗങ്ങൾ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആനുകാലിക ബോധവൽക്കരണവും പരിശീലനവും നൽകുക. നിയമം, ആഭ്യന്തരം, ആരോഗ്യം, ക്ഷേമം മന്ത്രാലയം വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾ ഏകോപിപ്പിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ വയോജന സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു നിയമമാണ് വയോജന സംരക്ഷണ ആക്ട് അഥവാ ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സിറ്റിസൺസ് ആക്ട്, സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. അതിൻ്റെ എന്നൊക്കെയാണ് ഏജ് ഇയർ പഠിച്ചു നോക്കണം. ലോക്സഭ 2007 ഡിസംബർ 5, രാജ്യസഭ 2007 ഡിസംബർ 6, പ്രസിഡന്റ് സൈൻ ചെയ്ത് 2007 ഡിസംബർ 29, നിലയിൽ വന്നത് 2008 സെപ്റ്റംബർ 24. സെക്ഷൻസ് 32 എണ്ണം, ചാപ്റ്റേഴ്സ് 7 എണ്ണമാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്. നമുക്കറിയാം സ്പെഷ്യൽ ട്രൈബ്യൂണലുണ്ട്, അവർക്ക് നമുക്ക് കേസ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് സ്വമേധയാ കേസ് കൊടുക്കുക. പിന്നെ സെക്ഷൻ 5 പറയുന്ന പോലെ അവർക്ക് സ്വയം അവർക്ക് പരിപാലിക്കാനുള്ള ആരോഗ്യമോ സമ്പത്തോ ഇല്ലെങ്കിൽ അവർക്ക് മകനോ മകൾക്കെതിരെയോ അവർക്ക് സംരക്ഷണം കിട്ടുന്നുള്ള അപ്പീൽ നൽകാം. മകനോ മകളില്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അപ്പീൽ കൊടുക്കാം ട്രൈബ്യൂണലിന്. എന്ന് ട്രൈബ്യൂണലിൻ്റെ വിധി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ കഴിയും. ആ ട്രൈബ്യൂണൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ച് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കൂടി കേട്ടിട്ട് അതിൽ ഉചിതമായൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം അന്തിമമായിരിക്കും, ഒരിക്കലും അതിനൊരു ചേഞ്ച് വരത്തില്ല. അതിനെതിരെ ആർക്കും കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും ഒരു ഇതിൽ പോകാൻ കഴിയില്ല. അപ്പം അതിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. അപ്പം നമ്മൾ ജീവനും സ്വത്തിനുള്ള സംരക്ഷണം, നന്നായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അതിന് ഗവൺമെൻറ്റും ചില കാര്യങ്ങൾ സർക്കാർ ആശുപത്രികളിൽ കിടക്കകളും പ്രത്യേക ക്യൂകളും അവർക്ക് വേണ്ടി കൊടുക്കാൻ നമുക്കറിയാം. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ പ്രായമുള്ളവർക്ക് ഒരു പരിഗണന ഉണ്ട്, ആദ്യം അവർക്കായിരിക്കും ചികിത്സ ലഭിക്കുന്നത്. അങ്ങനെയുള്ളത് സർക്കാർ ആശുപത്രികൾ ഉറപ്പ് വരുത്തണം. അവർക്ക് സ്പെഷ്യൽ കിടക്കകളും ക്യൂ സംവിധാനവും കൊടുക്കണം. പിന്നെ പറഞ്ഞ പോലെ തന്നെ അധ്യായം 5 പറഞ്ഞ പോലെ തന്നെ എല്ലാ ചിലപ്പോൾ പ്രായമുള്ളവർക്ക് ഒന്നും ചെയ്യാനോ ഇതിനുള്ള സാമ്പത്തികമോ ആരും ഇല്ലാത്തവർക്കാണെങ്കിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജില്ലയിലും ഒരു ഓൾഡ് ഏജ് ഹോമെങ്കിലും ഗവൺമെൻറ് സ്ഥാപിക്കണം. അതുമാത്രമല്ല മെഡിക്കൽ കെയർ ആവശ്യമുള്ള സമയത്തൊക്കെ കൊടുക്കുകയും ചെയ്യണം. അതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതും നമ്മളൊന്ന് നോക്കണം.
ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വയോജന സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിമൻസ് പ്രൊട്ടക്ഷൻ ആക്ട്, സിവിൽ റൈറ്റ്സ് ആക്ട് അങ്ങനെ എല്ലാം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സീനിയർ സിറ്റിസൺസിന് പലതരത്തിലുള്ള അവശതകളും അവഗണനകളും സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം എന്നുള്ള ഒരു ആക്ട് നിലയിൽ വന്നത്. ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. സെക്ഷൻസ് 32 എണ്ണം ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ചാപ്റ്റേഴ്സ് 7 എണ്ണം, അധ്യായം 7. ഈ ഓരോ അധ്യായത്തിൽ വരുന്നതാണ് ഓരോ സെക്ഷൻസ് ആയിട്ട് ഇതാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജീവനും സ്വത്തിനും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സംരക്ഷണത്തിനും ഉള്ള ഒരു ആക്റ്റാണ് ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. അപ്പോൾ ഇന്ന് ഈ ആക്റ്റാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ എനബിൾ ആക്കിയിട്ടാൽ മാത്രമാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് റിവ്യൂ ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എൻ്റർ ചെയ്യണം. ഇയർഫോൺ യൂസ് ചെയ്ത് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു 10 ക്ലാസ്സുകൾ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്നുള്ളൊരു ഇത് മാത്രമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്തിട്ട് എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ വളരെ വൈഡായിട്ടുള്ള ക്ലാസ്സുകളല്ല ഇടുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എത്രയും കൺക്ലൂഷൻ ആയിട്ടുള്ള ഓരോ പോയിൻറ്റ്സാണ് ഞാൻ ഇടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് സുഖവുമായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണാൻ ശ്രമിക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, നേരത്തെയുള്ള ക്ലാസ്സുകളും കാണണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ആക്റ്റുകളും കൂടി ഒരു കൺക്ലൂഷനായിട്ടുള്ളൊരു ക്ലാസ്സും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കുകൾ, അതായത് പണ്ട് ഞാൻ ഇട്ടേക്കുന്ന ക്ലാസ്സുകളുടെ ഒന്ന് റിവിഷൻ പോലെ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.